വെച്ചാ നീ ഉണ്ടാക്കി വെച്ചേക്കണേ മീൻകറി ഇടയ്ക്കൊന്ന് പൊക്കി നോക്കിയേക്കണേ. അതിന്റെ എരിവും പുളിയും മണവും ഒക്കെ അത് തുറക്കുമ്പോ അറിയാം. അങ്ങനെയാണെങ്കിൽ പുളിശ്ശേരി നമുക്ക് കൈതച്ചക്കയിട്ടൊക്കെ പിടിക്കാം. ചക്ക ഇട്ട് അങ്ങനെ ഉണ്ടാക്കണ്ട. പുളിശ്ശേരി ഉണ്ടാക്കുമ്പോ നല്ല ചേമ്പിന്റെ വിത്തിട്ടങ്ങ് ഉണ്ടാക്കണം. എന്നിട്ട് ആ പുളിശ്ശേരിക്ക് എന്നാ ചേമ്പ് വിത്തെടുത്തിട്ട് ഈമ്പിയ കൂടെ കുടിക്കണം. പിന്നെ അച്ചാറുണ്ടാക്കുമ്പോ പച്ചക്കുരുവോളം ഉണ്ടാക്കി വെച്ചാൽ മതി. എന്നാന്ന് വെച്ചാൽ കൂട്ടുന്നവരുടെ തലേന്ന് പേൻ പറന്നു പോകണം. ഇനി പോത്ത് ഒലർത്തിയത് അവനാണ് നമ്മുടെ കഥന. അതുണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും അതായത് നല്ല തേങ്ങാക്കൊത്ത് ഇങ്ങനെ വളഞ്ഞ് നല്ല അമ്പിളി മാമനെ പോലെ ഇരിക്കും. പിന്നെ അതിനകത്ത് ഇറച്ചിയിൽ നെയ്യ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആദ്യമായിട്ടാട്ടോ ഇടുക്കിയിൽ നിന്ന് ഒരു ഫുഡ് വീഡിയോ എടുക്കുന്നത്. ഇടുക്കിയിലൂടെയുള്ള യാത്രയിലാണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഒരു ഫാമിലി പരിപാടിക്ക് വേണ്ടി കുടുംബമായിട്ട് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. വാഗമണ്ണാണിത്. വാഗമണ്ണിലെ സുന്ദരമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഓരോ നാട്ടിലെയും ഭക്ഷണത്തിൻ്റെയും അത് കഴിക്കുന്നതിൻ്റെയും രീതിക്ക് ഓരോരോ പ്രത്യേകതകളുള്ളതുപോലെ തന്നെ ഇടുക്കി ഏരിയയിലെ ഭക്ഷണങ്ങൾക്കും അവ വിളമ്പുന്ന രീതികൾക്കും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഞാൻ മനസ്സിലാക്കുന്നത് മിതമായ നിരക്കിൽ കൂടുതൽ അളവിൽ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇടുക്കി. അത് എറണാകുളത്തു നിന്ന് പോകുമ്പം അടിമാലി തൊട്ടേ നമുക്കത് ഫീൽ ചെയ്യും. രാവിലെ തന്നെ നല്ല കപ്പയും മീൻകറിയും കിട്ടുന്ന, ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടുന്ന ഒരു ഏരിയ കൂടി കേട്ടോ ഇടുക്കി. ഉച്ചയൂണിൻ്റെ സമയമായപ്പോൾ ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് നോക്കി നടക്കുന്നതിൻ്റെ ഇടയിലാണ് കോട്ടയം കട്ടപ്പന റൂട്ടിലെ പരപ്പെന്ന് പറയുന്ന സ്ഥലത്തെ ഈ ഹാപ്പി റെസ്റ്റോറൻറ്റ് ഞങ്ങളുടെ കണ്ണിപ്പെട്ടത് കേട്ടോ. ഇവിടെ ഞങ്ങൾ കയറാൻ കാരണം ഹാപ്പി റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാറ്ററിംഗ് ഉള്ളിടത്തെ ഫുഡ് കുറച്ച് നല്ലതായിരിക്കുന്നതാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല തൂശനിലയിലാണ് ഊണ് വിളമ്പുന്നത്. അത് നല്ല മട്ടേരിച്ചോറ്, അതിൻ്റെ മേലെ ഒഴിക്കാൻ വേണ്ടി പരിപ്പ് കറിയുണ്ട്, പുളിശ്ശേരിയുണ്ട്, ഒരുപാട് തരം തോരനുണ്ട്. അതിലൊരു തോരൻ മീൻ തോരനും കൂടെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി അച്ചാറുകളുണ്ട്. ആ അച്ചാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടുമാങ്ങ അച്ചാർ വരെയുണ്ട് കേട്ടോ. അതിനൊപ്പം തന്നെ ഒരു ബീഫ് ഫ്രൈയും മേടിച്ചു. ബീഫ് ഫ്രൈ ഒരു അപാര രുചിയുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ. നന്നായിട്ട് കുരുമുളകിൽ നന്നായിട്ട് ഉലർത്തിയെടുത്ത നല്ല ബീഫ് ഫ്രൈ ആണ്. കൂടെയുള്ളവർ കഴിക്കാനായി ചിക്കൻ ബിരിയാണിയാണ് തിരഞ്ഞെടുത്തത്. ഇതാണ് ചിക്കൻ ബിരിയാണി. ചിക്കൻ നന്നായിട്ട് വറുത്തെടുത്ത് മസാലയൊക്കെ പുരട്ടിയ ചിക്കനാണ്. ഒപ്പം അതിനകത്തൊരു മുട്ടയും കൂടെയുണ്ട്. ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇവിടെ ബിരിയാണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നീളൻ അരിയാണ് കേട്ടോ. ബസ്മതിയുടെ നീളൻ അരിയാണ് ഉപയോഗിക്കുന്നത്. എന്നാലും നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കളർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് അത്രമാത്രം ഇഷ്ടമുള്ള കാര്യമല്ല, ബിരിയാണിയിലെ കളറുകൾ ആഡ് ചെയ്യുന്നത്. പക്ഷേ ബിരിയാണി നല്ല രീതിയിൽ അതിൻ്റെ ചിക്കൻ മസാലകൾ നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഊണിനും ചിക്കൻ ബിരിയാണിക്കൊന്നും അത്രമാത്രം വിലയൊന്നുമില്ല കേട്ടോ. സാധാരണക്കാർക്ക് പറ്റുന്ന വില നിലവാരമാണ്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ ജീവനക്കാരുടെ ആതിഥ്യ മര്യാദ. ഇവിടെ ഇങ്ങനെയാണോ? തിരക്കാണോ? തിരക്കുള്ള സ്ഥലമല്ലേ? ഞായറാഴ്ചകളിലല്ലേ തിരക്കല്ലേ? ടൂറിസ്റ്റുകളാണ് കൂടുതൽ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും തിരക്കല്ലേ? പേരെങ്ങനെയാ? ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണോ? അതല്ലേ? ആ കിച്ചൺ ഇവിടുന്ന് തന്നെ. ഈ കിച്ചൺ വേറെയാ? ഓ, അവിടെ നിന്നെല്ലാം ഇത് ചെയ്ത് കൊടുക്കുവായിരുന്നേ. കൂടുതൽ എന്താ ഫംഗ്ഷൻ? കല്യാണങ്ങളാണോ? അതല്ലേ? ആ, നമ്മളിപ്പോൾ കണ്ടതേ ഇവിടുത്തെ മെയിൻ ഷെഫ് ഷിബു എന്ന് പറഞ്ഞ ആളാണ്. ഇദ്ദേഹമാണ് കാറ്ററിങ്ങിന് വേണ്ടിയും ഈ റെസ്റ്റോറൻറ്റിൽ വരുന്ന അതിഥികൾക്ക് വേണ്ടിയൊക്കെയുള്ള ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കുന്നത്. തൂശനിലയിലെ അത്രയും വെറൈറ്റി കറികളും ഒഴിച്ച് കഴിക്കാനുള്ള കറികളും ഒക്കെയുള്ള ഊണിന് 90 രൂപയും ചിക്കൻ ബിരിയാണിക്ക് 160 രൂപയാണ് കേട്ടോ ഇവർ ഈടാക്കുന്നത്. വാഗമൺ കൂടി കട്ടപ്പനയ്ക്ക് പോകുന്നവരെ പരപ്പെന്ന് പറഞ്ഞ സ്ഥലത്തെ ഹാപ്പി റെസ്റ്റോറൻറ്റ് മറക്കണ്ട, ഓർത്തിരുന്നോളൂ കേട്ടോ. ഇത് വാഗമണിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല പച്ചപ്പുള്ള തേയിലത്തോട്ടത്തിനിടയിലൂടെയുള്ള യാത്ര മനസ്സിനൊരു സുഖം പകരുന്ന യാത്രയാണ് കേട്ടോ. അപ്പോൾ ഇത്തരം നല്ല നല്ല രുചിക്കാഴ്ചകളും നല്ല നല്ല യാത്രാനുഭവങ്ങളും ഒക്കെ കാണാൻ വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യാനും ഓർക്കുമല്ലോ അല്ലേ?
ഇത്തരം വ്യത്യസ്തങ്ങളായ രുചിയിടങ്ങൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ മറ്റൊരു രുചിയെടുത്ത് വെച്ച് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നന്ദി.